കാപട്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായ അജണ്ടകളോട് കൂടി പ്രവർത്തിക്കുന്ന കച്ചവട താല്പര്യമുള്ള വ്യക്തികളുടെ ദുഷ്ടലാക്കുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി തിരിച്ചു വരാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. അങ്ങനെ തിരിച്ചു വരുന്നവരെ പണിഷ് ചെയ്യില്ലെന്ന് തന്നെയാണ് ഈ രണ്ട് ആശുപത്രികളും പറഞ്ഞിട്ടുള്ളത്. ഞാനതങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വന്ന പാടെ എല്ലാവരെയും ഒരുമിച്ചെടുക്കാൻ പറ്റില്ലെന്നുള്ളത് ശരിയാണ്. അവർക്ക് ന്യായമായ രീതിയിൽ അർഹമായ രീതിയിൽ അവസരങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് രണ്ട് മാനേജ്മെന്റുകൾ സമ്മതിച്ചിട്ടുണ്ട്. കാരണം വേറെ സന്മനസ്സുള്ള നല്ല മനുഷ്യര്, ആത്മാർത്ഥതയുള്ള മക്കള് അവിടെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവരെ വെറുതെ പറഞ്ഞുവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇളവ് വരുമ്പോൾ സമയബന്ധിതമായിട്ട് ഒരു പണിഷ്മെന്റും കൂടാതെ വേണ്ട വിധം അവരെ ജോലിയിലെടുക്കുമെന്ന് ഈ രണ്ട് മാനേജ്മെന്റുകളും പറഞ്ഞു കഴിഞ്ഞു. ആർക്കെതിരെയും ഒരു പണിഷ്മെന്റുമില്ല. നോക്കൂ, ഇതിനേക്കാൾ എന്ത് വിശാലമായ മനോഭാവമാണ് സ്വീകരിക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം തന്നെയാണ്. എന്തിനായിരുന്നു ഈ സഭാ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ തൃശൂർ അതിരൂപതയുടെ സഭാ കേന്ദ്രത്തിലേക്കുള്ള ഈ വലിയ തിരക്കിട്ട യാത്ര? അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ആരായിരുന്നു അത് സ്പോൺസർ ചെയ്തത്? ഇതൊക്കെയാണ് ഞങ്ങളുടെ ചോദ്യം. ഇന്നിവിടെ ഒരു മഹാസാഗരം ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അത് സഭയെ സ്നേഹിക്കുന്ന, സഭയുടെ നെഞ്ചെടുപ്പുകൾ മനസ്സിലാക്കുന്ന തൃശൂരിന്റെ മക്കളാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ജൂബിലിയിൽ നടക്കുന്ന ഒരു സമരം, ഏതാനും ആളുകൾ സമരം എന്ന പേരിൽ പുറത്തിരിക്കുന്നു. അതിന്റെ പേര് പറഞ്ഞിട്ട് ആരെയൊക്കെയോ എവിടെയൊക്കെയോ സംഘടിപ്പിച്ച് ഒരു സംഘടനയുടെ പേരിൽ കുറെ ആളുകൾ സഭാവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തൃശൂർ അതിരൂപതയുടെ ആധ്യാത്മിക കേന്ദ്രമായ അതിരൂപതാധ്യക്ഷന്റെ വസതിയിലേക്ക് ഇരച്ചുകയറി അവിടെ ഉപരോധിച്ചത് തീർച്ചയായിട്ടും കഠിനമായ തിന്മയാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ്. അതിനെയൊന്നും ന്യായീകരിക്കാനായിട്ട് ആവില്ല ഒരു കാരണവശാലും. സമരം നടത്തുന്നതിന് വേണ്ടിയാണെന്ന് തന്നെ ഇപ്പൊ അറിയത്തില്ല പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നടത്തുന്നവർക്ക്. കാരണം ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഒരു സംവിധാനം സാലറിക്ക് വേണ്ടിയാണല്ലോ മുഖ്യമായിട്ടും സമരം നടത്തുന്നത്. അങ്ങനെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ സമരം നടത്തേണ്ടിയിരുന്നവര് അതിന് പോകേണ്ടിയിരുന്നത് സെക്രട്ടേറിയറ്റ് മെഡിക്കലേക്കായിരുന്നു, തൃശ്ശൂർ അതിരൂപതയുടെ ആസ്ഥാനത്തേക്കല്ലായിരുന്നു. സെക്രട്ടേറിയറ്റ് മെഡിക്കലേക്ക് പോകണം. അവിടെ സർക്കാരിനോട് ആവശ്യപ്പെടണം, കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാകണം. അതനുസരിച്ച് ഒരിടത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും അതിന്റെ വ്യത്യസ്തങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ മാനദണ്ഡത്തിൽ ശമ്പള പരിഷ്കരണം വരുത്തേണ്ടതുണ്ട് എന്ന കാര്യം. തീർച്ചയായിട്ടും നേഴ്സുമാർക്ക് നല്ല സാലറി കൊടുക്കണം, അതിനൊന്നും യാതൊരു സംശയമില്ല. അവര് ചെയ്യുന്ന ജോലി വളരെ വിലപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ആർക്കാണ് മറുവാക്കുള്ളത്? ആർക്കുമില്ല. പക്ഷെ തട്ടിപ്പ് പാടില്ല, തട്ടിപ്പ് പാടില്ല. അത് ശരിയല്ല. അതിന്റെ മറവിലൊക്കെ കാപട്യം വേണ്ട. അതിന്റെ മറവിൽ ഒളിച്ചിരുന്നുകൊണ്ട് സഭയ്ക്കെതിരെയുള്ള അട്രാക്റ്റുകൾ വേണ്ട. അത് വ്യത്യസ്തമാണ്. അത് തിരിച്ചറിയാൻ മാത്രമുള്ള വെളിച്ചമൊക്കെ ഇവിടെയുള്ള മനുഷ്യർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം കാപട്യങ്ങളും നാടകങ്ങളും ഈ മണ്ണില്, നല്ല കേരളത്തിന്റെ സാംസ്കാരിക മണ്ണില്, സാംസ്കാരികതയുടെ നാടാണ് കേരളം, അക്ഷരജ്ഞാനമുള്ള നാടാണ്. ഇത്തരം സൂത്രങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്നാണ് ഞാൻ ഈ സമ്മേളനം ഔദ്യോഗികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. സമരത്തിന്റെ ഫോക്കസ് കേന്ദ്രീകരിക്കുന്നതിൽ അതാണ് ഇവിടെ ആശങ്കപ്പെടുന്ന കാര്യം. ഇവിടെ 23 മുതൽ തന്നെ ഇപ്പോൾ പറയുന്ന നല്ല സാലറി കൊടുക്കുന്നുണ്ടെന്നാണ് ആവശ്യമാണ്. അതാണ് ഏപ്രിൽ മാസം മുതൽ കൊടുത്തു തുടങ്ങിയത്, സമരവുമായിട്ട് ശേഷം ഏപ്രിൽ. അപ്പൊ 2 മാസത്തിനുള്ളിൽ ഒരുപോലെ തന്നെ